മകരക്കൊയ്ത്ത് കഴിഞ്ഞ് പൂതങ്ങളും തിറയും തുള്ളിയാടുന്ന വള്ളുവനാടൻ ഗ്രാമങ്ങൾ. കാലമെത്ര കഴിഞ്ഞാലും ഇപ്പോഴും അതെല്ലാം മനസ്സിലേറ്റി നടക്കുന്ന മനുഷ്യർ. ആദൂർ എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പൂരാഘോഷ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഉത്തര കേരളത്തിൽ 2 വസന്തകാലങ്ങളുണ്ട്. ഒന്ന് പൂരക്കാലമാണ്. കുംഭം മീനം മാസങ്ങളിൽ ചൂട് കൂടുന്ന സമയത്ത് മാവും മറ്റു മരങ്ങളും പൂക്കുന്നു. നെൽവയലുകളെല്ലാം മകരക്കൊയ്ത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. പിന്നെയുള്ള വസന്തകാലം ഓണക്കാലമാണ്. തുമ്പയും കാക്കപ്പൂവും കൃഷ്ണപ്പൂവും മുക്കുറ്റിയും വിരുന്നു വരുന്ന നേരം. പൂരം എന്നത് മധ്യ കേരളത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ മകരക്കൊയ്ത്തിന് ശേഷം വർഷം തോറും നടത്തിവരുന്ന ഒരു ആഘോഷമാണ്. മകരക്കൊയ്ത്ത് ഒരു കർഷക യുഗത്തിൻ്റെ പ്രതിനിധിയായ ആചാരമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പാരമ്പര്യത്തെയാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ധാന്യങ്ങളുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടത്. ക്ഷേത്രദേവതയ്ക്ക് ആദരസൂചകമായി പുതുതായി കൊയ്യുന്ന വിളകൾ സമർപ്പിക്കപ്പെടുന്നു. മകരക്കൊയ്ത്ത് പൂരോത്സവത്തിൻ്റെ ഭാഗമാകുന്നത് കാർഷിക സംസ്കാരത്തിൻ്റെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും അടയാളമാണ്. കേരളത്തിൻ്റെ സമൃദ്ധമായ പാരമ്പര്യവും ഭൂമിയുമായുള്ള ആത്മബന്ധവും ഇതിൽ പ്രകടമാവുന്നു. ദേവിയുടെ പ്രതിരൂപമായാണ് വെളിച്ചപ്പാടിനെ കാണുന്നത്. ക്ഷേത്രദേവതയുടെ ആശീർവാദം, മുന്നറിയിപ്പ് എന്നിവ ഭക്തജനങ്ങൾക്ക് നൽകുന്ന ആൾവഴിപാടാണ് വെളിച്ചപ്പാടിൻ്റെ ഭാവനയും ഉദ്ദേശവും. ദേവതയുടെ ശക്തി തനിക്ക് ലഭിച്ചെന്ന വിശ്വാസത്താൽ ത്രാണത്തോടെയും പ്രത്യേകമായ ഭാവഭംഗികളോടെയും നിലകൊള്ളുന്നു. ഇടപ്പള്ളി രാഘവമേനോൻ്റെ പൂതപ്പാട്ട് എന്ന കവിത കേൾക്കാത്തതായി ആരും ഉണ്ടാവില്ല. നങ്ങേലി എന്ന അമ്മയുടെയും പൂവമ്പഴം പോലെയുള്ള പൊന്നുണ്ണിയുടെയും പൂതത്തിൻ്റെയും കഥ. പൂതത്തിന് നങ്ങേലി കൊടുത്ത വരമാണ് എല്ലാ വർഷവും ഉണ്ണിയെ വന്ന് കണ്ടോളാമെന്നത്. അതും ഇതിന് പിന്നിലുള്ള മറ്റൊരു ഐതിഹ്യമാണ്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വേലപുറപ്പാടും ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിറയുന്നു. ഭഗവതി ക്ഷേത്രങ്ങളിലെ താലപ്പൊലി ദിവസം ചേച്ചി ഭഗവതിയെ കാണാൻ അനുജത്തി വരുമെന്ന് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും പറയുന്നു. അടിസ്ഥാനവർഗത്തിൻ്റെ വേലവരവും കരിങ്കാളിപ്പടയും ദേശക്കാളയും അമ്മ ഭഗവതിയെ കാണാനെത്തുന്നു. ദേശക്കാവിൽ ആദിയും വ്യാധിയും വരാതെ കാത്തരുളണമെന്ന് അവർ അമ്മയോട് പറയുന്നു. താഴേക്കാവിൽ നിന്ന് വേണം ഇവർക്ക് ഭഗവതിയെ കാണാൻ. മേലേക്കാവിലേക്ക് കടക്കാൻ അനുമതിയില്ല. എങ്കിലും പകൽപൂരം അവസാനിക്കുന്നത് സങ്കടങ്ങളോ പരിഭവങ്ങളോ ഇല്ലാതെ ഇവർ ഉപചാരം ചൊല്ലി പിരിഞ്ഞുകൊണ്ടാണ്. ഭഗവതിക്കാവുകളിലെ ഉത്സവങ്ങൾ നാടിൻ്റെ കാർഷികോത്സവവും കൂട്ടായ്മയുടെ പ്രഖ്യാപനവുമാണ്. അമ്മ ഭഗവതി എല്ലാവരെയും മക്കളായി കാണുന്നു. ആരും പടിക്ക് പുറത്തല്ലെന്ന് വിളിച്ചോതുന്നു. പൂരോത്സവങ്ങൾ കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് മികച്ച ഉദാഹരണമാണ്. പൂരം കൊട്ടി ആഘോഷിച്ചു വരുമ്പോൾ അതാ പള്ളിയിൽ നിന്നും ബാങ്കുവിളി കേൾക്കുന്നു. ഉടനെ തന്നെ പൂരാഘോഷ കമ്മിറ്റിക്കാർ കൊട്ടുകാരോട് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. പള്ളിയിൽ നിന്നുള്ള ബാങ്കുവിളിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവർ അല്പസമയത്തേക്ക് വിശ്രമിക്കുന്നു. അങ്ങനെ എൻ്റെ കൊച്ചു ഗ്രാമവും മതസൗഹാർദ്ദത്തിൻ്റെ ഉജ്ജ്വല മാതൃകയാവുന്നു. കേരളത്തിൻ്റെ ആധുനിക മതേതര ചിന്താഗതിക്ക് എൻ്റെ ശക്തമായ പിന്തുണ. കാലത്തിനനുസരിച്ച് പൂരാഘോഷവും മാറി വരുന്നു. ആൽഫ ജനറേഷൻ്റെ കാലമാണിത്. മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് കാണണ്ടേ? ബാൽക്കണിയിൽ നിന്ന് ഞാനിതെല്ലാം ആസ്വദിക്കുകയാണ്. പൂരാഘോഷം എന്നത് പൂരത്തിലെ ആനകളുടെ അഴകിനും ഭംഗിക്കും മാറ്റുകൂട്ടുന്ന ഒരു പ്രധാന ഘടകമാണ്. പരമ്പരാഗതമായി മണിമുത്തുകളുടെ അലങ്കാരത്തോടു കൂടി ഉണ്ടാക്കിയ പൂരാഘോഷങ്ങൾ ഉപയോഗിച്ചിരുന്നപ്പോൾ പുതിയ കാലത്ത് LED ലൈറ്റുകളുടെ ആധുനിക പൂരാഘോഷങ്ങൾ പ്രചാരത്തിലേക്കെത്തി.
ഡൈനാമിക് ലൈറ്റിംഗ് ഇഫക്ട്സ് കൊണ്ടും റിമോട്ട് കൺട്രോൾഡ് ആൻഡ് മ്യൂസിക് സിങ്ക് ലൈറ്റ് പാറ്റേൺസ് കൊണ്ടും പൂരത്തിന് പുതുമയും ആകർഷണവും നൽകുന്നു. RGB LED ലൈറ്റ്സ്, നിറങ്ങൾ മാറുന്ന ഫുൾ സ്പെക്ട്രം ലൈറ്റുകൾ, എന്തു ഭംഗിയല്ലേ! മേളത്തിനൊപ്പം ലൈറ്റുകൾ മാറ്റം വരുത്തുന്നു. കൂട്ടത്തിൽ രംഗണ്ണനും ജഗതിയും ഷാജി പാപ്പനും എല്ലാവരുമുണ്ട്. രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കളിപ്പാട്ടങ്ങൾ. കുട്ടികൾക്ക് ഇതിൽ പരം എന്തു വേണം? അവരെല്ലാവരും ടോയ്സ് വാങ്ങിക്കാനുള്ള തിരക്കിലാണ്. പൂരമെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ അതാ മറ്റൊരു പൂരം കൂടി. ഏവരെയും വിസ്മയിപ്പിക്കുന്ന പ്രൊജക്ടർ ഷോ. LED ലൈറ്റുകളാൽ വിസ്മയിപ്പിച്ച് പൂരം മുന്നേറുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഭാവിയിൽ എന്ത്? ഒരു പക്ഷേ ആനകളുടെ നെറ്റിപ്പട്ടത്തിൽ 3D പ്രൊജക്ടർ ഷോ, ഹോളോഗ്രാഫിക് പൂരാഘോഷം, AI കൺട്രോൾഡ് ലൈറ്റ് സിങ്ക്, പഞ്ചവാദ്യത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക് ലൈറ്റ് മാറ്റങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം, അല്ലേ? പാരമ്പര്യത്തിനൊപ്പം ഒരു നവീനത. കുട്ടികളെല്ലാം കളിപ്പാട്ടങ്ങൾ കൊണ്ട് ആസ്വദിച്ച് കളിക്കുകയാണ്. ഒരു വശത്ത് വെടിക്കെട്ടെല്ലാം ഗംഭീരമായി നടക്കുന്നു. വീഡിയോ എടുക്കുന്നതിനിടയിൽ അതാ മറ്റൊരു വെളിച്ചം. പൂർണ്ണചന്ദ്രൻ, നിലാവുള്ള രാത്രിയായിരുന്നു. തെങ്ങിൻ ഓലകൾക്കിടയിലൂടെ എന്തു ഭംഗി, അല്ലേ? തിരക്കുകൾ നിയന്ത്രിക്കാൻ പതിവ് പോലെ ഇതാ പോലീസുകാർ. പൂരം സമാപനത്തിലേക്ക് എത്തിയപ്പോൾ പൂരപ്പറമ്പിലേക്കൊരു യാത്ര. ആദ്യമായാണ് ഞാനൊരു പൂരപ്പറമ്പിലെത്തുന്നത്. വീഡിയോകൾ എടുക്കാനുള്ള കൗതുകത്തോടു കൂടിയാണ് ഞാൻ പൂരപ്പറമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. വരി വരിയായി നിരന്നിരിക്കുന്ന കാളകൾ. ക്ഷേത്രത്തിലെ ചൈതന്യം ഉത്സവ സമയത്ത് നടക്കുന്ന ചടങ്ങുകളുടെയും ബലികളുടെയും ശുദ്ധികർമ്മങ്ങളുടെയും ഫലമായി വർദ്ധിച്ച് പതിഞ്ഞു പൊങ്ങി വിഗ്രഹത്തിൽ നിന്ന് ശ്രീകോവിലിലേക്കും ചുറ്റമ്പലങ്ങളിലേക്കും മതിൽക്കെട്ടിനകത്തേക്കും വ്യാപിച്ച് അവിടെ നിന്ന് വീണ്ടും ഉയർന്ന് ക്ഷേത്രം നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ തട്ടകത്തിനകത്തേക്ക് മുഴുവൻ ഒഴുകി പരക്കുന്നു എന്നാണ് വിശ്വാസം. മോതിരത്തിൽ പേരുകൾ എഴുതിത്തരുന്ന കച്ചവടക്കാർ പൂരപ്പറമ്പിലെ സ്ഥിരം കാഴ്ചകളാണ്. ഏറെ കൗതുകത്തോടെ ഞാനും ഒരെണ്ണം വാങ്ങി. അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ പേരുകളും എഴുതി വയ്ക്കുന്നത്. പൂരപ്പറമ്പിലെ പലഹാരങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കാണാൻ എന്തു ഭംഗി, അല്ലേ? പൂരങ്ങളും അതിനു പിന്നിലുള്ള ഐതിഹ്യങ്ങളെയും കുറിച്ച് എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ സഹപ്രവർത്തകരായ കൃഷ്ണവേണി ടീച്ചർക്കും അനീഷ ടീച്ചർക്കും ഒരുപാട് നന്ദി. പൂരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകൾ എനിക്ക് ഷെയർ ചെയ്യുമല്ലോ. ഏതായാലും ഇത്തവണത്തെ ആദൂർ പൂരം കളറായിട്ടോ.